ഹായ് ഓൾ. ഇന്ന് ഞാനുണ്ടല്ലോ നല്ല എളുപ്പത്തിൽ ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈയിടെ ഞാൻ ലൈവ് ചെയ്ത സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ലൈവ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ആൾ ലൈവ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൾക്ക് പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേരുണ്ടാവുമല്ലോ ഇങ്ങനെ ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരൊക്കെ, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കാണുമായിരിക്കും. എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു ഞാൻ ലൈവ് ചെയ്യുന്നതിന് മുമ്പേ. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടു, കുറേ പേര് ലൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു, അവരെങ്ങനെ സംസാരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ കണ്ടു. പിന്നെന്താണ്, നമ്മൾ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിൽ നമ്മൾ എന്തൊക്കെ സെറ്റിങ്സൊക്കെയാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ നോക്കി. പക്ഷേ ഭൂരിഭാഗം വീഡിയോസും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു കേട്ടോ. എളുപ്പത്തിൽ ഇത് പറഞ്ഞു തരുന്ന ആൾക്കാരും ഭയങ്കര കുറവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാനിതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഞാൻ സ്ക്രീൻ റെക്കോർഡിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ വേറൊരു മൊബൈലിൽ വീഡിയോ എടുത്തിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അങ്ങനെ യൂട്യൂബ് ഓണാക്കി ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മൊബൈൽ ഒരു ട്രൈപോഡിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചാനൽ. നമ്മളുടെ ചാനൽ തുറന്നു കഴിയുമ്പം അതിൻ്റെ അടിയിലായിട്ട് ഹോം, ഷോർട്സ്, പ്ലസ് സൈൻ, സബ്സ്ക്രിപ്ഷൻസ്, ഇതെല്ലാം കാണും. അപ്പോൾ അതിൽ നമ്മൾ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ലൈവ് തന്നെയാണ് ഓപ്പണായി വന്നത്. ഞാൻ മുമ്പേ ലൈവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പം നമുക്ക് ഇതുവഴി തന്നെയാണ് ഷോർട്സും അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ. ഇവിടെ വീഡിയോസ്, ഷോർട്സ്, ക്രിയേറ്റ്, ലൈവ് ഇതെല്ലാം ഉണ്ട്. അപ്പം വേറെ ഏതെങ്കിലും ആണ് വരുന്നതെങ്കിൽ നമുക്ക് ലൈവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു മൊബൈലിൽ വീഡിയോ എടുത്തിട്ടാണെന്ന്, അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇരിപ്പുണ്ടായിരുന്നു ഈ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈവ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്ന ആ ഒരു വീഡിയോ ഈ മൊബൈലിലൂടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ലൈവ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല. ഇതിങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് ആദ്യമേ കിട്ടും. ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കണ്ടോ, വീഡിയോ ഫ്ലിപ്പ് ചെയ്യാനോ, സൗണ്ട് ഓഫാക്കാനോ, അതുപോലെ വീഡിയോ ഓഫാക്കാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ പെൻസിൽ ഐക്കണുണ്ടല്ലോ, ആ ഒരു സർക്കിളായിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ ലൈവിൽ പോകുന്ന ആ സ്ക്രീനാണ് മേലെയുള്ളത്, താഴേക്കുള്ളതാണ് നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൽ ബിപ്പീസ് ഹൗസ് ഇസ് ലൈഫ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കിടക്കണം കണ്ടോ. നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേറെ ടൈറ്റിൽ കൊടുക്കാം. ഞാൻ സാധാരണ ഇത് റിമൂവ് ചെയ്യാറില്ല. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ അടിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ എപ്പോഴും ആരേലും ഉണ്ടോ എന്നൊരു ടൈറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ, എളുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈറ്റിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ വിസിബിലിറ്റി പബ്ലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ തന്നെ ലൈവിൽ പോകാനുള്ളതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും സമയത്തിന് ഷെഡ്യൂൾ ചെയ്ത് വെക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏജ് റെസ്ട്രിക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നാണ്, കുട്ടികൾക്കുള്ള വീഡിയോ അല്ലല്ലോ ഇത്. അതുകൊണ്ട് ഇനിയിപ്പം കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. അപ്പോൾ സെലക്ട് ഓഡിയൻസിൽ പോയിട്ട് നമ്മൾ ഏജ് റെസ്ട്രിക്ഷൻ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഗോ ലൈവ് ടുഗദർ ഞാൻ ചെയ്യാറില്ല കേട്ടോ. ആ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ അങ്ങനെ ആ ഡിസ്ക്രിപ്ഷനൊന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാറില്ല. ചിലവരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അതുപോലെ ലൊക്കേഷനും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യാറില്ല കേട്ടോ. അതിനുശേഷം താഴെ കാണുന്നതാണ്ട് ഈ വൈറ്റ് സ്ക്രീൻ ഇതുണ്ടല്ലോ, ഗോ ലൈവ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈവ് ചെയ്യാനുള്ള ആ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വരും. ദാണ്ട് ഇവിടെ 3, 2, 1 എന്നും പറഞ്ഞ് ഗോയിങ് ലൈവ് എന്ന് പറഞ്ഞൊരു സർക്കിൾ വന്നിട്ട് പിന്നെ ഈ ലൈവ് അങ്ങ് ഓപ്പൺ ആയി വരും. അപ്പം നമുക്കിത് ലൈവ് ചെയ്യാൻ തുടങ്ങാം. മേലെ ലൈവിൻ്റെ സമയം നമ്മൾ എത്രയാണ്, എപ്പോൾ തുടങ്ങി, എത്ര നേരമായി എന്നുള്ളതൊക്കെ കാണിക്കും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് എത്ര പേരുണ്ട് ലൈവിൽ ഇരിക്കുന്നവർ, അതുപോലെ എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതൊക്കെ കാണിക്കും. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് മ്യൂട്ട് ചെയ്യുമോ, അതുപോലെ വീഡിയോ ഓഫാക്കി വെക്കുമോ, ഫ്ലിപ്പ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് നമ്മളുടെ ലൈവിലുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമുക്ക് വായിച്ചിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാം. പിന്നെ ഞാനിങ്ങനെയാണ് കേട്ടോ സാധാരണ ലൈവ് ചെയ്യാറുള്ളത്. ഞാൻ എന്തെങ്കിലും പണികളൊക്കെ എടുക്കുന്ന നേരത്താണ് ലൈവ് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാർ എപ്പോഴും വന്നാൽ തുരുതുരാന്ന് പറഞ്ഞാൽ മെസ്സേജൊന്നും അയക്കുന്നൊന്നുമില്ല. അപ്പം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങ് ബോറടിക്കും. അപ്പം ലൈവ് ചെയ്തുകൊണ്ട് ഞാൻ പണികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണിയിൽ നടക്കും, ലൈവ് നടക്കും. ഇപ്പോൾ സംസാരിച്ചുകൊണ്ട് പണികളൊക്കെ എടുക്കുമ്പം നമ്മളുടെ ജോലിയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് ലൈവ് ചെയ്യാറുള്ളത്. എൻ്റെ മൊബൈൽ ഒരു ട്രൈപോഡിൽ വെച്ചിട്ട് ഞാൻ എവിടെയാണോ പണിയെടുക്കുന്നത് അവിടെ അങ്ങ് വെച്ചേക്കും ഈ ട്രൈപോഡ്.
അപ്പം നമുക്കതിലെ മെസ്സേജസൊക്കെ വായിച്ചിട്ട് സംസാരിക്കാമല്ലോ. പിന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ മാറുമൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ ട്രൈപോഡ് കൈ പിടിച്ചുകൊണ്ട് മാറും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈവ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കൊക്കെ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് പിന്നെ അടിയിലത്തെ ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, ലൈവിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള എന്താണ് നമ്മളുടെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ പബ്ലിക് ആണോ അല്ലയോ എന്ന് നോക്കുക, പബ്ലിക് ആക്കി വെക്കുക. പിന്നെ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ പണി കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ നമ്മളുടെ സൗണ്ടൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ലൈവ് കട്ട് ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണ് ഇത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ലൈവ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ സ്ക്രീനിലുണ്ടായിരുന്ന ഒരു ക്രോസ് മാർക്കുണ്ട് മേലെയായിട്ട്. അപ്പോൾ ആ ഒരു ക്രോസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈവ് ഓഫ് ആയിട്ട് താൻ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. നമ്മൾക്ക് എത്ര വ്യൂസ് കിട്ടി, പിന്നെ എത്ര ലൈക്ക് കിട്ടി, ചാറ്റ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സിന് കിട്ടി, എത്ര പീക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഏറ്റവും അവസാനമായിട്ട് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, അതായത് മൊത്തത്തിലുള്ള ആൾക്കാരും കണ്ടത് മൊത്തം സമയം വെച്ചിട്ട് ഒരു ആവറേജ് സമയം ഓരോ ആൾക്കാരും കണ്ടത് എത്ര നേരത്തേനാണ് എന്നുള്ളതും. പിന്നെ അതിൻ്റെ അടിയിൽ ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നുള്ളത് അതെല്ലാവർക്കും വരില്ല കേട്ടോ. എൻ്റേത് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൽ ഞാൻ ആ ഒരു നമ്മളുടെ സൂപ്പർ ചാറ്റ് സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓണാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരെണ്ണം വന്നതാണ്. അത് പക്ഷേ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനൊന്നും ഉപകാരപ്പെടത്തില്ല കേട്ടോ. പിന്നെ ഓണാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമേ ഞാൻ ഓണാക്കി കൊടുത്തതേ ഉള്ളൂ. പിന്നെന്താണ് ഇതൊക്കെ പക്ഷേ കാശ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ തന്നെ കംപ്ലീറ്റ് ആക്കണം. ഇതിനകത്ത് നല്ല സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കേഴ്സൊക്കെ നമ്മളുടെ ലൈവ് കാണുന്ന ആൾക്കാർ വാങ്ങിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് കാശ് കയറുകയുള്ളൂ കേട്ടോ. പക്ഷേ അതൊക്കെ വലിയ ലൈവ് ചെയ്യുന്ന ഒത്തിരി ഭയങ്കര ആൾക്കാരൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ വരുള്ളൂ, എന്നെ പോലെയുള്ളവർക്കൊന്നും വരില്ല കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്നതാണ് സേവ് എ ഹൈലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്ത് കഴിയുമ്പം AI ക്രിയേറ്റഡ് ഒരു ഷോർട്ട് വീഡിയോ അവിടെ വരും. അപ്പോൾ അത് നമ്മളിത് സേവ് ഹൈലൈറ്റ് ഓണായിട്ടാണ് കിടക്കുന്നത് ഇവിടെ. അപ്പോൾ അത് ഓണായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മളുടെ ഷോർട്സിൽ യൂട്യൂബ് തന്നെ അപ്ലോഡ് ചെയ്തിടും. അന്നേരം അതൊരു ഷോർട്സ് ആയിട്ട് നമ്മളുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് കാണാം. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സേവ് ഹൈലൈറ്റിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സർക്കിളിലെ അതങ്ങ് ഓഫാക്കി കൊടുക്കുക, അടുത്ത സൈഡിലേക്ക് മാറ്റി വെക്കുക. അന്നേരം അത് പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് വരത്തില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ ഇത് ആക്കി വെക്കുമായിരുന്നു, ഓണാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ പിന്നെ അതിന് വ്യൂസ് ഒന്നും കയറാത്തത് കൊണ്ട് പിന്നെ ഞാനതങ്ങ് ഓഫാക്കി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ അവസാനം നമുക്ക് ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈവ് ഓഫായി കേട്ടോ. അത്രയേ ഉള്ളൂ പണി. പിന്നെ നേരെ നമ്മളുടെ ചാനലിൻ്റെ ആ ഒരു സ്ക്രീനിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ലൈവ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം കേട്ടോ. ബൈ.